കുറച്ച് മാസങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ഇന്ന് വിരാമം കുറിക്കാൻ പോവുകയാണ് ഗൈസ്. അതെ, ഇന്നാണ് പെറ്റെണീക്കൽ കേട്ടോ. പെറ്റെണീക്കല, ഓള് പെറ്റിട്ട് എത്ര മാസമായി മനെ, ഇതുവരെ ഓള് എണീച്ചിക്കില്ലേ എന്ന് വിചാരിക്കണ്ടെങ്കിൽ. അതായത് പെറ്റെണീക്കൽ എന്ന് തന്നെയല്ല പറയുക. പെറുവാൻ കൂട്ടൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുക. പെറ്റെണീക്കൽ എന്ന് പറഞ്ഞ് പ്രസവിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരിക, അങ്ങനെ തന്നെ അല്ലേ. നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ലേ, അതുകൊണ്ട് പെറ്റെണീക്കൽ എന്ന് തന്നെ നമുക്ക് ഇതിനങ്ങിടാം. അപ്പോൾ ഈ വീട് ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു താർപ്പായൊക്കെ കെട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സൈഡിൽ വെക്കാം. ആ രീതിയിലാണ് ഈ രീതിയിലൊക്കെ ആക്കിയതുണ്ടല്ലോ ഓലിക്ക് വേണ്ടിയിട്ടാണ്. ഓലിവിടെ വരുമ്പോൾ വീട് മാറിയിരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സർപ്രൈസ് ആയിട്ട് ചെയ്തിട്ട് മിനിമം ഞെട്ടിക്കണമെന്നുണ്ട് ഉള്ളത്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ലായിരുന്നു. കാരണം ഇവിടെയുള്ള ഓരോ പണികളും ഓൾ കണ്ടിക്ക്, ഇവിടുത്തെ ക്ലീൻ ആക്കാനും എല്ലാം ഓൾ വരികയൊക്കെ ചെയ്തിക്ക്. അപ്പോൾ ഓൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്കിലും ഇത്രയും മാറ്റങ്ങൾ നമുക്കിവിടെ വരുത്താൻ പറ്റിയതാ. ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ ചെയ്യാൻ പറ്റി. പടാപ്പറ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സെറ്റപ്പിലേക്ക് ആദ്യത്തേനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ഫ്രണ്ടിൽ വരുത്താൻ നമുക്ക് പറ്റി. അൽഹംദുലില്ലാ, വിചാരിച്ച പോലെ ഒക്കെ നടന്നു. ഒരുപാട് സന്തോഷം. ഇവിടെ ഒരു ഗ്രില്ലിടലേ ബാക്കിയായുള്ളൂ. അതിപ്പം അത് തിരക്കൊന്നുമില്ല, മെല്ലെ ചെയ്യാമല്ലോ, പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ. അതുപോലെ വരുമ്പോൾ ശരിക്കും പെറ്റെണീക്കലിനൊക്കെ പോകുമ്പോൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ പോയിട്ട് പോലെ കൂട്ടിക്കൊണ്ടുവരുന്ന സിസ്റ്റം കാണുമെന്ന് തോന്നുന്നു. നമുക്കാരും ഇല്ല, ഞാൻ തന്നെയാണ് കൂട്ടാൻ പോകുന്നത്. ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപ്പാൻ്റെ ഫാമിലി എനിക്ക് ആരും ഇല്ല. ആകെ എനിക്ക് ഉമ്മാൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ ഫാമിലിയിൽ എല്ലാം ചെറുവണ്ണൂരൊക്കെയാണ്. അപ്പോൾ ഇത്രയും ദൂരമാണ്. അപ്പോൾ ഒരു പെറ്റെണീക്കലിന് അങ്ങനെ വലിയ ഫങ്ഷനൊന്നും ആയിട്ടല്ല, ഒരു ചെറിയ പരിപാടി, വലിയ ഫങ്ഷനും കാര്യമൊന്നും ഇവിടെ നടക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനും തന്നെയേ ഉള്ളൂ. പിന്നെ അനിയനാണെങ്കിലും അവന് സ്കൂളുണ്ട്, അവൻ മാഷായിട്ട് വർക്ക് ചെയ്യുക, അവനങ്ങ് സ്കൂളും പോയിക്ക്, ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആടുന്ന് ഇവിടുന്ന് ഏറ്റവും കുറച്ച് പെണ്ണുങ്ങളങ്ങ് കൂട്ടിയല്ല, വാടക എടുക്കണം, പിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാൻ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ ഞാൻ ഓരോ ക്ലീനാക്കലൊക്കെ ചെയ്ത് ഏർത്ത് കുളിച്ച് നിൽക്കുക. 10 മണിക്കൊക്കെ എത്തണേന്നല്ലോ ഓള് പറഞ്ഞിക്ക്. കുറേയൊക്കെ സെറ്റാക്കാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഫുൾ അടിപൊളി വീഡിയോ ആയിരിക്കും. ഇവിടുത്തെ ഫംഗ്ഷനും ഓരോടെ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഫുൾ വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം കാണുക കേട്ടോ. നിങ്ങളും കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്കുണ്ട്, നിങ്ങൾക്കും അതുണ്ടാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക. ഓക്കെ, കുറേ കാലം എല്ലാവരും ചോദിക്കുന്നത് എന്താ ഓൾ വരാത്ത, ഇത്ര മാസമായില്ലേ എന്ന്. ഇത്രയും ലേറ്റ് ആയതെന്ന് പറഞ്ഞാൽ ഓളൊന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കുഞ്ഞിനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ ഓൾ വന്നാൽ ഒക്കെ ഒന്നും അറിയാതെ ആയി പോകരുത്. കുക്കിങ്ങൊക്കെ ഞാൻ ചെയ്യൂ, പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിലെല്ലാം ഓള് ഞാൻ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയല്ല, കുളിപ്പിക്കലും അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൾ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് അത്രയും ഒരു മാസമൊക്കെ അവിടെ തന്നെ നിർത്തിയത്. ഏകദേശം 7 മാസമായി ബാവയ്ക്കിപ്പോൾ. അത്രയും അവിടെ നിന്ന് ഒരു 3 മാസം നമ്മൾ പ്രസവ കേന്ദ്രത്തിലായിരുന്നു. ബാക്കി 4 മാസമായിട്ട് ഓളെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം സെറ്റാണ്. ഒന്നിനും നേരെയില്ല. ഇവളാണെങ്കിൽ വിളിയോട് വിളിയാണ്, നിങ്ങൾ എടുത്തോന്ന് ചോദിച്ചിട്ട്. ഇവിടെ ആണെങ്കിൽ ഞാൻ ഒറ്റക്കാളുള്ളൂ, എല്ലാം ക്ലീനാക്കി. ഒരു മനുഷ്യൻ എത്രയാണെന്ന് വിചാരിച്ചാൽ ഈ ഒരു സഹായത്തിന് പോലും ആരുമില്ല. കംപ്ലീറ്റ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്ത് സമയമില്ല. അപ്പോൾ വേഗം പോട്ടെ, നേരെയില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാം. ഡ്രസ്സൊക്കെ എൻ്റെ അടുത്തുള്ള ഒക്കെ വേണ്ടിയേ ഒക്കെ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയ മട്ടത്തിലാണ് എടുത്തത്. വലിയ രീതിയിലുള്ള ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ. ശരിക്കും വലിയ രീതിയിലൊക്കെ എടുക്കണം. ഇല്ല, ഒരു ഫിനാൻഷ്യലി കുറച്ചൊരു ടൈറ്റായിപ്പോയി കുറച്ച്. അതുകൊണ്ടൊക്കെ പിന്നെ ആ മൂലിക്ക് നല്ല എടുത്തു കൊടുക്കാമല്ലോ അല്ലേ. എന്നാൽ പോകാൻ വേഗം. പെറ്റെണീക്കലിന് ഒറ്റക്കാണ് കേട്ടോ വന്നാൽ. നമ്മളെ വടകരെല്ലാം പെറ്റെണീക്കൽ എന്നറിയാം. ഇവിടെ നിന്ന് അറിയാം 7 മാസമായാലും എണീച്ചെന്നുള്ളൂ അല്ലേ, വിചാരിക്കേണ്ട ആൾക്കാർ. അപ്പോൾ പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചായ എല്ലാം കുടിച്ച് വാവേനെ മാറ്റിക്കുന്നൊന്നും എടുത്തിക്കില്ല. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത 2 ആൾക്കാരുണ്ടായിരുന്നു, ഓല മാറ്റിച്ച്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇതാ വണ്ടിയിൽ സാധനമൊക്കെ വെച്ചിക്ക്. വണ്ടി ഒന്ന് കഴുകാനുള്ള സമയം പോലും കിട്ടിയില്ല. എന്താ ചെയ്യാ, 2 ലിറ്റർ വെളിച്ചെണ്ണയും കൂടി വെച്ചേക്ക്. അവേ പോവാ, നമ്മള് പോവാ. ഇപ്പൊ ഞങ്ങള് ഫുൾ സെറ്റായിട്ടാ ഞങ്ങള് പോവാൻ ഇറങ്ങിയതാണ്. ബാബ പുതിയ സ്ഥലത്തേക്ക് പോവാ അല്ലേ. അവൻ ആദ്യമായിട്ട് പോവാ, ആദ്യമായിട്ട് എൻ്റെ പുതിയ പോവല്ലേ. പോവാ, അവനെന്തോ തോന്നുന്നുണ്ട്, എന്തോന്ന് സംഭവിക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ളൊരു ബേജാറല്ല അല്ലേ. ഇൻ്റെ
എന്നാടാ ബേജാറ് എനിക്കെന്നെ? പേരോ അടിപൊളി. അവന്റെ പേരും എനിക്കില്ല. എമിൻ മാലിക്. അള്ളാഹുവിൻ വിശ്വസിക്കുന്നവൻ അതിന്റെ അർത്ഥം. പിന്നെ എമിൻ ഈ എമിൻ നിന്റെ എമിവാവയാവനല്ലേ? എമിവാവാനോ കഴിഞ്ഞിക്കില്ല ഇഞ്ച വർക്ക്. ഇനി എന്നോട് വേഗം വാ എന്ന് പറഞ്ഞ് ബെനയാക്കിയിട്ട് ഇവിടെ വന്നതല്ലേ. എനക്കവിടെ എന്തെല്ലാം പണിയുണ്ടായിനോ? എന്നാ ഇൻഷാല്ലാ വാ ഇറങ്ങിക്കോ. ഓള് ചെരുപ്പാടല്ലേ? എൻ്റെ ആരാ? അപ്പൊ ഇതാണ് കേട്ടോ പെറുവാൻ കൂട്ടിപ്പോ അല്ല പെറ്റണീക്കല്. പെറുവാൻ കൂട്ടല് തന്നെ ഇപ്പോന്ന് പെറ്റണീക്കലാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലേ? ഇവിടെ എന്താ പറയാ അതിന്? ഇവിടെ പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകൽ എന്നൊക്കെ പറയാ. പെറ്റണീക്കൽ എന്ന് നമ്മളെ നാട്ടിൽ പറയാം. എന്താ ഏതാ ഇനി എന്നാ കളിക്കുന്നേ? എന്നാ പോവാ. ഇതൊക്കെ പെയിന്റ് അടിച്ചതാ. റേറ്റ് വിട്ട് പെയിന്റും അടിച്ച് എല്ലാം സെറ്റ്. അങ്ങനെ ഫ്രണ്ട്സ് മിന്നും കുഞ്ഞും ഇതാ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴ പെയ്യുന്നില്ല. നേരെ വന്നോ, ഒന്നും തട്ടാനില്ല, എല്ലാം മാറ്റിയതാ. നേരെ വിസ്മയും ചെല്ലിങ്ങ് കയറിക്കോ. അവിടെയൊക്കെ ഞാൻ ഗ്രിൽസ് തുറന്നേരെ. വലത് കാല് വെച്ച് ചെരുപ്പ് കഴിച്ചിട്ടിട്ടെങ്കിൽ കയറിക്കോ. വിസ്മയും ചൊല്ലിയിട്ട് ഒരു മിനിറ്റ് നല്ല ഭാവേ ഇത് എവിടെയാ? ഭാവേൻ്റെ വീടാണോ ഇത്? അവൻ്റെ വീടാണോ? ആയിരിക്കോ? ഞാൻ പോയിക്കോളാം. ആയിരിക്കോ? നല്ല ആടെ ഇതുണ്ടേ. നല്ല കാല് വന്ന് ചേച്ചോ അടുത്ത അടവുണ്ട് അറിയാം. എന്നാ കാരിക്കോ വലത് കാല് വെച്ച് പോരാൻ 2 മിനിറ്റ്. അതൊരു ഭംഗി കിട്ടത്. അഞ്ഞു പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ കുക്കുരു വീട്ടിലെത്തിയേ. ഉമ്മല് വീട്ടിലെത്തിയേ. ഉമ്മല വീട്ടിലെത്തി. ലൈറ്റൊക്കെ നോക്കുന്നുണ്ട്. എന്തോ ഓവറാക്കിയിരിക്കുന്ന നമ്മളെ. രാവിലെ എണീച്ചിട്ട് അധ്വാന ബെഡ്ഷീറ്റ് വിരിക്കൽ മുതൽ മനുഷ്യനോടെ നിൽക്കാൻ നേരമില്ലേനു. ഇതാ 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 ഉമ്മല് പുരയിലെത്തി. എമിവാവേ ഓന് ഇതേടിയാന്ന് എന്നുള്ള ഒരു നടുക്കത്തിലുള്ള അല്ലേ? ഇത് ഏതാ അല്ലേ? പാവ ഏതാ ഇല്ലേ? രമിവാവ് ഏതാ ഇല്ലേ? എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ എടുക്കാൻ. പാടിയെന്നോ? അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. എന്തോ ഒരു സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഭാര്യ പുരയിൽ വരുമ്പോൾ ആണ് നമ്മളെ വീടൊരു വീടാവുക അല്ലേ? ഇത്രയും ദിവസം ഒരു ജീവനില്ലാണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കും പോകുന്നുണ്ട്. അവളിവിടെ വന്നപ്പോൾ എന്താ ഈ വീട്ടിലേക്ക് ആരാനൊക്കെ ഒരു സന്തോഷം. ഇതാണ് പറയുന്നത്. ഒരു സംഭവം തന്നെ ഈ വിവാഹ ജീവിതമൊക്കെ. നല്ല രീതിയിൽ നല്ല ഭാര്യ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ഞാൻ കുറച്ച് മോശമായാലും അത്രയും നല്ലൊരു ഭാര്യനാണ് എനിക്ക് കിട്ടിയ. മാഷാ അല്ലാഹ്. പരിപാടിയെല്ലാം കഴിഞ്ഞില്ലേ? ഇവിടെ വന്നാലിക്കൊന്നും വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആരെയും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒരു 10-20 ആളുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും മേമമാറും. അങ്ങനെ ഇനിയും കുറേ ആൾക്കാരോട് പറയാത്തതുണ്ട്. കുടുംബക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം വിളിക്കേറ്റല്ല, വലിയ പരിപാടി. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആരെയും അധികം വിളിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കാര്യം കൂടിയതാ. ഇൻഷാ അല്ലാഹ് ഒരു കുറേ കൂടുതൽ തന്നെയല്ലേ? നെഞ്ഞ് പോയിക്കോ. അപ്പോൾ ഇതാ നമ്മളെ ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ട്? ഞാൻ പിരിച്ചതാണ് കേട്ടോ. 5 കൊല്ലം മുമ്പ് വാങ്ങിയതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആരെയും വന്നാലെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെച്ചതാണ്. ഇനി ഇത് കണ്ടോ? ഇത് നല്ല ലാഭമാണ് കേട്ടോ. ഈ ഒരു ചോടിപ്പായതിന് 200 റുപ്യ ആയ ഇവിടെ തൗഫീക്ക് നടത്തിയാന്നായിരിക്കും. ഇനി അവിടെ ഓഫർ നടക്കുന്നുണ്ട്. വേഗം ഓടിക്കട്ടോ ഓഫർ വേണമെങ്കിൽ. ഉമ്മാടെ ചെടിയാട്ടിക്ക അത് തന്നെ ശരിക്കും എടുക്കണ്ടേ. വാവി എന്താ
എൻ്റെ ആരാ എല്ലാവരും പോയി പിന്നോ അല്ലോ തുള്ളല്ലേ എല്ലാവരും പോയി അപ്പം അങ്ങനെ നമ്മളായില്ലേ അങ്ങനെ വന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ആൾക്കാരൊന്നും അല്ല ഇതിനും കുറഞ്ഞ ആൾക്കാരേനും പിന്നെ മിന്നുവിൻ്റെ പുരക്കാരും പിന്നെ താഴെയുള്ളവർ അങ്ങനെ താഴെയും കുറച്ച് വീടുകളിൽ അവിടെ നമുക്ക് പറയാൻ പറ്റിയില്ല അതിന് വല്ലാത്ത സങ്കടമുണ്ട് കാരണം ഇവിടെയൊക്കെ കുറേ കുടുംബക്കാരുള്ളതാണ് ഞങ്ങൾക്ക് പക്ഷേ എല്ലാവരെയും വിളിക്കുമ്പോൾ കുറേ വലിയ പരിപാടിയായി വലിയൊരു ഇതാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പോൾ നാളെ മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ പരിപാടീസ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ടൂർ കാണിച്ചു തരാം അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വെറൈറ്റി. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ വീഡിയോ കാണിച്ചു തരാം എന്തൊക്കെയാണ് അതെന്ന്. വീട്ടു സാധനങ്ങളൊന്നും കാണിച്ചില്ലാലോ. അങ്ങനെ കുറേ വീഡിയോസ് വരാനുണ്ട് കേട്ടോ. ഇനി ഇവിടെയുള്ള ഞങ്ങളെ ഡേ മൈ ലൈഫ് കൊടുക്കണം. ഡേ മൈ ലൈഫ് എൻ്റെ ഡേ മൈ ലൈഫ് അതിന് വേണ്ടി എൻ്റെ ആരാ എൻ്റെ കുരു കുരു ഹായ് ഗൈസ് എന്നാണ് കുരു. അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വേറൊന്നുമില്ല. എന്നാലും ഇനി മുതൽ നാളെ മുതൽ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് സജീവമായിട്ട് കാണാം. ഡെയിലി വീഡിയോ ചെയ്താൽ ശ്രമിക്കുക. എൻ്റെ പപ്പിന്നേറ്റ് വന്നോ പിന്നേറ്റ് വന്നോ. അവൻ ഇവിടെ വന്നിട്ട് എന്തെന്നാണെന്ന് തിരിയുന്നില്ല. മൊത്തം ലൈറ്റും ആടെയുള്ള വൈബ് വേറെ ഇവിടെയുള്ള വൈബ്. ഓളാടുള്ള വൈബ് പോലെയല്ല. റോഡിൻ്റെ തൊട്ടടുത്താണല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ കൊള്ളും എടാ ശാലുക്കല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കൊള്ളും മരങ്ങളും അങ്ങനെ വേറൊരു വൈബ്. അപ്പോൾ ഭയങ്കര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ നാളെ മുതൽ സജീവമായിട്ട് കാണാം. എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്കും ഒക്കെ ചെയ്യട്ടോ. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യും നിങ്ങളെ അഭിപ്രായമൊക്കെ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ. പിന്നെ ആരോ ഒന്ന് ചോദിച്ച് ജിമ്മിനൊക്കെ പോയി തടി കുറക്കണം. ശരിക്കും വീഡിയോ കാണുന്ന അത്ര തടി എനിക്കില്ല കേട്ടോ. പലരും നിങ്ങൾ നേരിട്ടാണ് ഈ വീഡിയോയിൽ എന്ത് തടിയാണ് ഇത്ര തടി നേരിട്ടില്ലല്ലോ എന്ന് പറയും. വീഡിയോയിൽ കുറച്ച് ഓവറായിട്ട് തോന്നുന്നത് അല്ലേ. എങ്കിലും തടി കുറക്കണം എന്നുണ്ട്, ജിമ്മിൽ പോയി ചേരണം എന്നൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ട് മച്ചക്കുളത്ത് അല്ല പുല്ലാള് ഒരു ജിമ്മുണ്ട് അല്ലേ പുതിയ തുടങ്ങിയ. അവിടെ ചേരാനാവുമോ നോക്കട്ടെ. പക്ഷേ കുറവാകുമോന്നാ. എന്തെങ്കിലും വലിയ സാധനം എടുത്ത് പൊന്തിക്കാനായിക്കില്ലെങ്കിൽ നാണം കെടും. എൻ്റെ ആരാ. അപ്പോൾ ആയിക്കോട്ടെ, ഓക്കെ ബൈ.